ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M5 പ്ലീസ്. സോ ഗൈസ്, കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാടങ്ങ് ലേറ്റായി പോയല്ലേ ഗൈസ്. സീനില്ല ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ കുറച്ച് അധികം പണിയിലായിരുന്നു. പരീക്ഷ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ കുറേ ബസ്സുകളൊക്കെ ഇറക്കിയാണ് ഗൈസ്. നമ്മളൊരു BMR ഇറക്കി. പിന്നെ അന്ന് ഒരു BMR ഞാൻ വീഡിയോ ഇട്ടുണ്ട്, BMR റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഗ്രാഫിക്സൊക്കെ അതിറക്കി. പിന്നെ ഒരു സെഡ്വഗ ഇറക്കി. പിന്നെ ഒരു സെഡോൺ ഇതാണ് ഗൈസ്. നമ്മുടെ സെഡോൺ ചൈനീസാണ്. പിന്നെ സെഡോൺ BS6 അല്ലാത്ത BS6 ചൈനീസാണ്. പിന്നെ അല്ലാതെ BS6 നോർമൽ സെഡോൺ പറഞ്ഞാൽ ഞാൻ ഇറക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്തോ അറിയത്തില്ല, ഒരു ഹൂണിഗൺ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ ഒരു വണ്ടി ഇറക്കിയത്, പിന്നെ നമ്മുടെ വേറൊരു BMR, ഒരു ഫുള്ളി മോഡഡ് BMR ഇറക്കിയാണ്. BS4 3 അങ്ങോട്ട് ഡൗട്ടാണ് ഗൈസ്. അപ്പോൾ ഇറക്കി. പിന്നെ നമ്മളൊരു BM വാങ്ങിയായിരുന്നു. BMൻ്റെ ഏതായിരുന്നു, M3 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ വണ്ടി കുറച്ച് അധികം ഓൾഡ് മോഡൽ, നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. സെക്കൻഡില്ല, ഒരു എനിക്ക് 5th ഓണമാണെന്ന് തോന്നുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കണ്ടപ്പോഴത്തേക്കും നമ്മളൊന്ന് പൊക്കിയതാണ് കേസ്. പക്ഷേ ആ വണ്ടി ഭയങ്കരമായിട്ടങ്ങ് ഇതായി. അങ്ങനെ നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ വണ്ടിയും കൊടുത്തു. പിന്നെ നമ്മളൊരു ടൊയോട്ടയുടെ ഹൈയേസ് എടുത്തായിരുന്നു. പറഞ്ഞു തന്നെ മഴ ഇപ്പോൾ എവിടെ കയറി നിൽക്കും അപ്പോൾ നമ്മളൊരു ഹൈയേസ് എടുത്തായിരുന്നു. അത് ഫുള്ള് ബ്ലാക്കാണ്. നമ്മളിപ്പോൾ എടുക്കുമ്പോൾ എല്ലാ വണ്ടികളും നൈസായിട്ട് അങ്ങ് ബ്ലാക്ക് ആക്കാണ്. എന്തോ ബാക്കിയുള്ള കളറിനെക്കാട്ടി രസം ബ്ലാക്കാണ്. നമ്മളിത് ബ്ലാക്ക് വൈറ്റ് വണ്ടികളാണ്. പിന്നെ ആകെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹൂണിഗൻ മാത്രമുള്ള ഗ്രീനും കോമ്പോയാണ്. നമ്മുടെ ഗ്യാരേജിലെ വണ്ടികളെല്ലാം കാണിക്കുന്നതാണ്. നമ്മുടെ ഓരോ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടികൾ ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളിനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ നടക്കത്തില്ല, കാര്യം കുറച്ച് എക്സാംസ് കഴിയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വന്നിരിക്കും, നമ്മുടെ ഒരു കാർ എടുക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ പറയാം, നമ്മളൊരു വീട് എടുത്തായിരുന്നു. വീട് നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ഫേമസ് യൂട്യൂബറിൻ്റെ വീടിൻ്റെ അടുത്താണ് ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കിട്ടിലൊരു വണ്ടി എടുക്കാനാണ്. അത് എൻ്റെ ഫേവറേറ്റ് കാർ കമ്പനിയാണ്. അത് സീക്രട്ടാണ് ഗൈസ്. ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഗൈസ്. ഇവിടെയാണ് നമ്മളിന്ന് താമസിച്ച ഹോട്ടല് ഗൈസ്. എന്താ, നമുക്കൊന്ന് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്കറിയില്ല വീട് എവിടെയാണെന്ന്. അന്ന് അവർ കാറ് വേറൊരു ഗ്യാരേജിലായിരുന്നു കിടന്നത്. ആ വണ്ടിയുടെ കുറച്ച് ചെറിയ അവിടെ പുട്ടി വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഗ്യാരേജ് ഇട്ടേക്കായിരുന്നു. ഇന്ന് അങ്ങോട്ടാണ് പോയി. ഇന്ന് വീട്ടിലോട്ട് വരാനാണ് പറഞ്ഞത്. എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ് വീട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് തോന്നുന്നു അങ്ങോട്ടൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ ഗൈസ്, അവർ വിളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു ഗൈസ് വീട്. അതായത് ഈ ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത്. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായി. കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. കിടിലം ഒരു പുത്തൻ വണ്ടിയാണ് ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത്. പുത്തൻ വണ്ടിയല്ല, സെക്കൻഡ് ഓണർ. ഇത് സെക്കൻഡ് ഓണറാണ് ഗൈസ്. നമ്മുടെ സെക്കൻഡ് ഓണർ. അതായത് അത് തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. പക്ഷേ അത്യാവശ്യം കിട്ടിലൊരു വണ്ടിയാണ്. എല്ലാം മിക്ക ബോയ്സിൻ്റെ ഡ്രീമാണ്. മാത്രമല്ല ഇത് റെഡ് കളറാണ് ഗൈസ് കിടക്കുന്ന വണ്ടി. അപ്പോൾ നമ്മളത് മാറ്റി വേറെ കളറാക്കും. ഏത് വീടാണെന്ന് അറിയത്തില്ല, കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ആ വീട് കണ്ടുപിടിച്ച് ഗൈസ്. വീടിൻ്റെ അടുത്താണ് ഗൈസ് നിൽക്കുന്നത്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ കിടപ്പുണ്ട് ഗൈസ്. നമ്മുടെ പുത്തൻ ചെക്കൻ. അപ്പോൾ മിക്ക ബോയ്സിൻ്റെ ഡ്രീമായിട്ടുള്ള വണ്ടി, ഒരു ബീസ്റ്റ് 2021 മോഡൽ. അപ്പോൾ
ലെറ്റ്സ് അൺവീൽ ദ ബീസ്റ്റ്. വേറെ ഒരു വണ്ടിയില്ല, നമ്മുടെ സ്വന്തം BMW M5 F10 കണ്ട ഗൈസ്. 2021 മോഡലാണ് ഗൈസ്. അപ്പോൾ ഒരു 5 വർഷം പഴക്കമുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ തന്നെ പറ. അന്യായ വണ്ടിയില്ലേ ഗൈസ്? M5 കോമ്പറ്റീഷൻ ബാറ്റിങ് നോക്ക് ഗൈസ്. നിങ്ങൾ ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിക്ക് ഉദ്ദേശിച്ച വണ്ടി നമ്മുടെ നാട്ടിൽ വലിച്ചാറാണ്. ഇവിടെ അൽഫാഡ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു ലക്ഷറി വേണ്ട മോഡലാണ്. ഞാനപ്പോൾ ടൊയോട്ടയുടെ ഹൈയേസും എടുത്തായിരുന്നു. ഹൈയേസ് എടുത്ത സമയത്ത് ഞാൻ രണ്ടെണ്ണം നോക്കി. ഹൈയേസ് നോക്കി, ആൽഫാഡ് നോക്കി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആൽഫാഡ് കിടക്കുന്നത്, ഇത് സെക്കൻഡ് ഓണർ തന്നെ, ഇത് ഫസ്റ്റ് ഓണർ തന്നെ. അപ്പോൾ ഈ വണ്ടി സെയിലിൽ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഈ വീട്ടിലോട്ട് വന്ന് വണ്ടി ഒന്ന് നോക്കാനായിട്ട്. എടുക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ ജസ്റ്റ് നോക്കാൻ കൊള്ളാമെങ്കിൽ എടുക്കാമെന്നുള്ള മൈൻഡ് സെറ്റ് വന്നു. ബാക്കൊന്നും വലിയ സീനില്ല, ഫ്രണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബി എം എടുക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രോ ഇത് കൊടുക്കാനുള്ളതാണ്? അപ്പോൾ അവർ യെസ് കൊടുക്കാനുള്ളത്. അവരേതോ വേറെ ഏതോ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, സോ ഇത് അവർ സെയിലിട്ടേക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചോദിച്ചു, ഞാൻ നൈസായിട്ട് റേറ്റൊക്കെ ചോദിച്ചു. റേറ്റൊക്കെ ചോദിച്ച് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ പ്രൈസൊക്കെ ഓക്കെ ആക്കി നമ്മളങ്ങ് പൊക്കി സാധനം. അപ്പോൾ നമ്മുടെ ഇനി തൊട്ടുള്ള നമ്മുടെ യാത്ര ഇവനിലായിരിക്കും. ബസ്സും ഉണ്ട്, അത് അടുത്തുവരെയൊക്കെ പോകാനായിട്ട് നമ്മൾ ബി എം എടുക്കും. ബസ് ഒരുപാട് ചൂപ്പാട് വരും, അതൊന്നും വലിയ സീനില്ല. ഇവനെ എടുത്തോണ്ട് നമ്മളിനി നേരെ പോകുന്നത് നമ്മൾ ഗ്യാരേജിലോട്ടാണ്. നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യണം. എനിക്ക് റെഡിനെക്കാട്ടി നൈസായിട്ട് തോന്നുന്ന വൈറ്റാണ്. അതായത് ക്ലാസ് ലുക്ക് ഒരു സ്മൂത്ത് ഫിനിഷ്, ഒരു എന്താ പറയുന്നത്, ലക്ഷൂറിയസ് ഫീൽ വന്നെങ്കിൽ വൈറ്റ് വരണം. റെഡ് കുറച്ചൊരു അഗ്രസീവാണ്, എങ്കിലും എന്തോ വൈറ്റിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്ക് നൈസായിട്ട് വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറാം. ഓക്കെ, നൈസ് വണ്ടി, നൈസല്ലേ ഗൈസ്? വണ്ടി കുറേ ഫീച്ചർ. ഫസ്റ്റ് ലൈറ്റ്, സെക്കൻഡ് ലൈറ്റ്, ഹസാർഡ് ഓണാക്കി ഇട്ട് നോക്കാം. വണ്ടി ഓണല്ലേ ഗൈസ്, അതുകൊണ്ട് ഹസാർഡ് ഓഫ്. അപ്പോൾ ഡോറ്, ആദ്യത്തെ 2 ഡോറ്, അടുത്ത 2 ഡോറ്, ബോണറ്റ്, ഡിക്കി. വെളിയോട്ട് ഇറങ്ങി കാണിച്ചു തരാം ഗൈസ്. M4 എന്ന് പറഞ്ഞത് നമ്മുടെ ബിഎമ്മിൻ്റെ എൻജിൻ. ഇന്ത്യക്ക് ഇതൊക്കെയാണ് അത്യാവശ്യം ലക്ഷൂറിയസ് ടൈപ്പാണ് ഗൈസ്. ഇന്ത്യയിൽ ഞാൻ കയറുന്ന വിഷയമായിട്ടാണ്. ഡിക്കി സ്പേസൊക്കെ അത്യാവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ വരുന്നത്. ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ജസ്റ്റ് ഡ്രൈവർ ക്യാമറ താത്ത് ഫ്രണ്ടിലോട്ട്. ഓക്കെ, സെറ്റ്. ഇനി ഗൈസ് നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഈ ബസ് സിമുലേറ്ററിൻ്റെ ഏക വിഷയം ഇതാണ് ഗൈസ്. വണ്ടി ഏത് വണ്ടി എടുത്താലും ബസ്സിൻ്റെ സൗണ്ട് ഗൈസ്. ഫോണായിട്ടുണ്ടോ റിവേഴ്സ് എടുക്കാൻ കീക്കി സൗണ്ടൊക്കെ ഇതാണ് ഗൈസ്. ഇതൊക്കെ എനിക്കറിയാം. വണ്ടി വേണമെങ്കിൽ ഹസാർഡിലായിട്ട് ഇട്ട് നോക്കാം. എല്ലാം വർക്കിംഗ് ആണ്. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് ബ്രേക്ക് നൈസായിട്ട് എടുക്കാം. വണ്ടി കൊണ്ടെടുക്കാം. ഒരു അഗ്രസീവ് സൗണ്ടൊന്നുമില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിറങ്ങണം. ഗ്രൗണ്ട് ക്ലിയർസൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ അടുത്തായിട്ട് എനിക്ക് ഗ്യാരേജ് അറിയാം. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ ഓപ്പൺ ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. നൈസായിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. അടുത്ത് തന്നെയാണ് സംഭവം.
ഡെപ്പോസിറ്റിൽ കിടക്കുന്നത് കൂടിപ്പോയൊരു 15,000 രൂപയാണ്. ക്യാഷ് സൈഡിലൊക്കെ കയറി പോകുന്നു. ഗ്രൗണ്ട് ഭയങ്കര കുറവ് പൈസ. ഇവിടെയാണ് ആ ഗ്യാരേജ് വരുന്നത്. എനിക്കറിയില്ല ഓപ്പൺ ആണോന്ന്. ഞാൻ രാത്രി ഇന്ന് നൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നൈറ്റ് ആയോണ്ടാണ്. ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. അതൊന്നൊരു പോയെന്ന് തോന്നുന്നു. വണ്ടിക്കൊരു നാക്കങ്ങ് പോയേക്കാം ഗൈസ്. വേറൊരു ഗ്യാരേജാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ജസ്റ്റ് മിസ് മൂട് പോയേനെ. ഗൈസ് നമ്മൾ ഗ്യാരേജ് എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാരേജ് എത്തി. അറിയാം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഓക്കെ അപ്പോൾ അവൻ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. തുമ്പൽ കേസ്. ഓക്കെ അപ്പോൾ വണ്ടിയെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞവൻ അങ്ങോട്ട് സൈഡിലോട്ട് കയറ്റിടാൻ പറഞ്ഞു. ഓക്കെ അങ്ങോട്ട് കയറ്റിടാം. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ മലങ് ടു സ്ഥലത്തിൻ്റെ പേരെത്തായിരുന്നു, മലങ്ക് ടു ഒരു റൂട്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നേരെ മണ്ടയിലോട്ട് മാപ്പിൽ കിടക്കുന്ന റൂട്ടാണ്. അങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ കയറി ഇതിന് നല്ല ക്വാളിറ്റി വർക്കൊക്കെയാണ് ചെയ്യുന്നത്. അടിപൊളി വർക്കായിട്ട് ചെയ്യുന്ന വർക്കാണ്. വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്നത് കയറിയാൽ എല്ലാം സെറ്റായി തരും. സെറ്റാക്കി പാർക്ക് ചെയ്യും. ഡോറൊക്കെ തുറന്ന് കാണാം. അപ്പോൾ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പെയിൻറ്റിങ് ആണ് ഗൈസ്. നമ്മൾ റാപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ MVD ഒക്കെ കൊണ്ട് കാണിക്കാനുണ്ട്. പെയിൻറ്റ് സാക്ഷനൊക്കെ വാങ്ങിക്കാനുള്ള കളറൊക്കെ ചേഞ്ച് ചെയ്യണം. RC ബുക്കിൽ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്താ കുട്ടികൾക്കൊക്കെ ചെയ്ത് റീപെയിൻറ്റ് ചെയ്ത വണ്ടി സീനില്ല. യെസ് അപ്പോൾ അടുത്ത ദിവസം രാത്രി വരാനാണ് അവൻ പറഞ്ഞത്. നമുക്ക് പോയിട്ട് അടുത്ത ദിവസം വരാം. അടുത്ത ദിവസം കിട്ടത്തില്ല, നല്ല ടൈം എടുക്കും. നല്ല ടൈം എടുത്ത് ചെയ്യാനാണ് പറഞ്ഞത്. പൈസ് വണ്ടി കിട്ടിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് വിളിച്ച് നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെ വന്നു. അപ്പോൾ ദാ നമ്മുടെ വണ്ടി കിടക്കുന്നു ഗൈസ്. നമ്മുടെ വണ്ടി ഫുള്ള് സെറ്റായി. ഒരാഴ്ച എടുത്ത് ഗൈസ്. മോനെ ഏതാ ഫിനിഷിങ് എന്ന് ഗൈസ്. ഫുള്ള് ഇതാകത്തെല്ലാം നല്ല ക്ലീനായിട്ട് വണ്ടിയിൽ ഫുൾ പെയിൻ്റ് അടിച്ചാണ്. പിന്നെ ഡീറ്റെയിലിംഗ് ആണ് ഫുള്ള് വൈറ്റ് ക്ലീൻ സാധനം. അടിപൊളി.
വണ്ടിക്കകത്ത് അങ്ങോട്ട് കയറി വണ്ടി കൊണ്ട് എടുക്കാം. എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. സെറ്റ് വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ ആശാരി പിടിക്കും. ലെങ്ത് ഉണ്ട് കേസ് വണ്ടിക്ക്, അതാണ് സീനല്ല, വേറെ സീനൊന്നുമില്ല കേസ്, ലെങ്ത്താണ് വിഷയം. ഓക്കെ, പേയ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്തു. വണ്ടി ഇത്രയും സെറ്റപ്പ് കേസ്, അടിപൊളി ആയിട്ടുണ്ട് വണ്ടി കേസ്. നൈസായിട്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം. ഓക്കെ, പേയ്മെൻ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി ഞങ്ങൾക്ക് വീട്ടിലോട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം. ബസ് വരുന്നു, ബസ് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയേനെ വട. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കഴിച്ചത് നമ്മുടെ വീട്. അയ്യോ, വഴി മാറിപ്പോയി. ഇവിടെ നല്ലായിരുന്നു. വഴി ഇതല്ലായിരുന്നു. അതൊക്കെ ഏത് വഴി ഗൈസ്? വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി ഗോയ്സ്. ഏത് സ്ഥലം? സ്നേഹിച്ചാൽ വഴി തെറ്റുക. വഴി തെറ്റി, വഴി തെറ്റി. പക്ഷെ നമ്മൾ അവിടെ തന്നെ വന്ന് കയറി. മഴ തുടങ്ങി, നല്ല ഐശ്വര്യം. ലൈറ്റ് ഇട്ടില്ല. ഫൈനലി കേസ് നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പോകുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ സീന. ഇടതുകാലം വെച്ച് കയറിയോണ്ടായിരിക്കും നേരത്തെ ഇടി കിട്ടിയത്. തിരിച്ച് വലതുകാലം വെച്ച് തന്നെ കയറാം. ഓക്കെ, പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു രസമില്ല. നൈസായിട്ട് നോക്കി ഇവിടെ ഇടണ്ട. നമ്മുടെ വണ്ടി അപ്പുറത്തും കൊണ്ടിടാം. അതാണ് ഈ നമ്മുടെ വീട്. നമ്മുടെ വെച്ച വീട് ഇതാണ്. ഓഡിറ്റോറിയം കുട്ടികൾ പ്രേതാലയം കുട്ടിയുന്നത്. നമ്മുടെ ഒരാളുടെ വീട്ടിൽ കൊണ്ട് ഈ വീട് വളരെ സുപരിചിതമായ ഒരു വീടായിരിക്കും. പ്രത്യേകിച്ച് വണ്ടി കൊണ്ട് കയറ്റാൻ പറ്റൂല. വളരെ സുപരിചിതമായ ഒരാളുടെ വീടാണ്. കുറേ ഇടി കിട്ടുന്നുണ്ട് ഈ സ്ഥലം. ഭയങ്കര സീനാണ്. എവിടേക്കോ കയറി അങ്ങ് തട്ടുന്നു. ലെങ്ത് അത്യാവശ്യം കൂടുന്നുണ്ട്. ഒന്നും സീനില്ല അല്ലേ? സെറ്റായില്ല. കൊള്ളാം. അങ്ങനെ പുള്ളിങ്ങൊക്കെ ഉണ്ട്. സൗണ്ട് മാത്രം.
ബസ്സിൽ മേലി ഒന്ന് ശ്രദ്ധിച്ച് കൊള്ളായിരുന്നു. ഓക്കെ, സെറ്റ്, പെർഫെക്റ്റ്. ലൈറ്റൊന്നും ഓഫ് ചെയ്തില്ല, സെറ്റ്. യെസ്, അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാൻ ബ്രോയുടെ വീടാണ് കഴിച്ചത്. അപ്പോൾ ബ്രോ ഇപ്പോൾ വീടില്ല, നിങ്ങൾക്കറിയാം. ബ്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ട്രിപ്പ് പോയേക്കാം. ബ്രോയ്ക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ വണ്ടി ഇട്ടിട്ട് കാര്യം. പിന്നെ ബ്രോയ്ക്ക് വലിയ സീനായിരിക്കില്ലേ, ഇവിടോട്ട് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ വണ്ടി. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിന്നെ പറ്റിയെങ്കിൽ ബ്രോയായിട്ട് മൾട്ടിപ്ലെയർ കളി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാം. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഈ വണ്ടി വെച്ച് ട്രിപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഇനി എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ. ഓക്കെ.